ബി.ജെ.പി, കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, പി.ഡി.പി അടക്കമുള്ള പ്രധാന ദേശീയ പ്രാദേശിക പാർട്ടികൾക്കും മോദിയും രാഹുലും അടക്കമുള്ള നേതാക്കൾക്കും ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് ജനവിധി ഏറെ നിർണായകമാണ്. ഒക്ടോബർ 5 നടക്കുന്ന ഹരിയാനയിലെ വോട്ടെടുപ്പ് കൂടി പൂർത്തിയായ ശേഷം ഒക്ടോബർ 8 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കുക. രണ്ട് സംസ്ഥാനങ്ങളിലും 90 അംഗ നിയമസഭയാണുള്ളത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഡൽഹി നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഈ ഫലം പ്രതിഫലിക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം 18 ആദ്യം 24 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ 26 മണ്ഡലങ്ങളിലും അവസാന ഘട്ടത്തിൽ 40 മണ്ഡലങ്ങളിലുമാണ് നടന്നത്. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും തുടർന്ന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നും സുപ്രീം കോടതി കഴിഞ്ഞ ഡിസംബറിൽ ഉത്തരവിട്ട ശേഷമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത്. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിട്ടാണ് പൂർത്തിയായത്. ആദ്യഘട്ടത്തിൽ 61.38%, രണ്ടാം ഘട്ടത്തിൽ 57.03% പോളിംഗ് ഉണ്ടായത് നേട്ടമായിരുന്നു. മാതാ വൈഷ്ണവിദേവി മണ്ഡലത്തിൽ 80.74% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കാശ്മീരിലെ ഹബഗണ്ടൽ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് 19.81%. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണം പതിവായിരുന്ന സംസ്ഥാനത്ത് ഭൂരിപക്ഷം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ വിജയമാണ്. ആകെ മുഴുവൻ 88,66,704 വോട്ടർമാരുള്ള ജമ്മു കാശ്മീരിൽ 19 വയസ്സിന് താഴെയുള്ളത് 4,27,813 വോട്ടർമാരാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിന് മുന്നിൽ 2ലും നാഷണൽ കോൺഫറൻസിൽ ഒരെണ്ണത്തിനും സ്വതന്ത്രരും ജയിച്ചപ്പോൾ ജമ്മുവിലെ 2 സീറ്റിലും വിജയം ബി.ജെ.പിക്കായിരുന്നു. ജമ്മു, ഉധംപൂർ സീറ്റുകളിൽ ബി.ജെ.പിയോട് കോൺഗ്രസ് തോൽക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രിമാരായ എൻ.സിയുടെ ഒമർ അബ്ദുള്ള ബരാമുള്ളയിലും പി.ഡി.പിയുടെ മെഹബൂബ മുഫ്തി അനന്ത്നഗർ രാജേരിയിലും തോറ്റിരുന്നു. സ്വതന്ത്രനായി മത്സരിച്ച ജയിലിലായിരുന്ന എഞ്ചിനീയർ റഷീദ് എന്ന ഷെയ്ഖ് അബ്ദുള്ള റഷീദിനോടായിരുന്നു ഒമർ അബ്ദുള്ള ദയനീയമായി തോറ്റത്. ഭീകരർക്ക് ഫണ്ട് നൽകിയെന്ന ആരോപണത്തിലാണ് 2019 ഓഗസ്റ്റിൽ UPA നിയമപ്രകാരം റഷീദിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം സ്വന്തം പ്രചാരണത്തിനും പാർലമെന്റ് സമ്മേളന കാലത്തും ജയിലിലായിരുന്നു. എഞ്ചിനീയർ റഷീദ് 2008ലും 2014ലും ലംകേറ്റ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിരുന്നു. ഭീകരരെ സഹായിച്ചതിന് 2005 അറസ്റ്റിലായ ഇദ്ദേഹം 3.5 മാസം ജയിലിലായ ശേഷമാണ് MLA ആയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഇത്തവണ സഖ്യത്തിലായിരിക്കും മത്സരിക്കുന്നത്. NC 51 സീറ്റിലും കോൺഗ്രസ് 32 സീറ്റിലും CPI 1 സീറ്റിലുമാണ് മത്സരിക്കുക. എന്നാൽ NC കോൺഗ്രസ് സഖ്യം താഴെത്തട്ടിൽ പ്രവർത്തകമായിട്ടില്ലെന്ന് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. ജമ്മു മേഖലയിലെ മണ്ഡലങ്ങളിൽ NCയുടെ വോട്ടർമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുമോ എന്നതിൽ കൃത്യതയില്ല. അതില്ലെങ്കിൽ ബി.ജെ.പിക്ക് ഈ മേഖലയിൽ വലിയ നേട്ടമായിരിക്കും. ഒമർ വിശേഷിപ്പിച്ചത് തൂക്കുസഭ ഒഴിവാക്കാനാണ് മുൻകൂർ സഖ്യമെന്നാണ്. എന്നാൽ രാഹുൽ ഭാവി പ്രധാനമന്ത്രി ആണെന്ന് പിതാവ് ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള വിശേഷിപ്പിച്ചിരുന്നു. ബി.ജെ.പിയുമായി മുമ്പ് സഖ്യമുണ്ടാക്കിയിട്ടുള്ള പി.ഡി.പിയുമായി സഖ്യത്തിന് കോൺഗ്രസിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ബി.ജെ.പിയുമായി ഇനി സഖ്യം ചിന്തിക്കില്ലെന്ന് മെഹബൂബ മുഫ്തി പറയുകയുണ്ടായി. ബി.ജെ.പി സർക്കാർ ജമ്മു കാശ്മീരിൽ ഇനി ഒരിക്കലും ഉണ്ടാകില്ല. പകരം മതേതര സർക്കാർ ഉണ്ടാകും. ഏത് സർക്കാർ വന്നാലും പി.ഡി.പിക്ക് നിർണായക പങ്കുണ്ടാകുമെന്നതും യാഥാർത്ഥ്യമാണ്.